റിസൾട്ട് കിട്ടിയത് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ബോട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട്, 2 ബോട്ടിലും കൂടി ഉണ്ടായിരുന്നത്, പക്ഷേ അത് കുറേ നാളായി. ഹായ് ഹലോ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ്. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഫോൾ കുറയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. സോ നമ്മളെല്ലാവരും എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഓൺലൈനിൽ നിന്നോ അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്നോ വാങ്ങാൻ നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഒന്നില്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കും, അല്ലെങ്കിൽ യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കില്ല ആ പ്രൊഡക്റ്റ് നല്ലതാണോ, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയ പൈസ മുതലാവുമോ, നല്ല റിസൾട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണോ, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ റേറ്റിംഗ് എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മളൊന്ന് യൂട്യൂബ് അല്ലെങ്കിൽ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കും. അപ്പം ഞാൻ അങ്ങനെയാണ്, ഞാൻ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നന്നായിട്ട് സെർച്ച് ചെയ്തിട്ട് നല്ലതാണെങ്കിൽ മാത്രമാണ് വാങ്ങുന്നത്. ചില സമയത്തൊക്കെ പണി കിട്ടിയിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ ഞാൻ സെർച്ച് ചെയ്തിട്ട് എനിക്ക് ഞാൻ അഫോർഡബിൾ ആയിട്ടുള്ള മെയിനായിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് അഫോർഡബിൾ ആണ്, നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഇത് വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോണത്. സോ ഇതെന്ന് പറയുന്നത് ഹിമാലയൻ്റെ പ്രോട്ടീൻ ഹെയർ ക്രീമാണ് കേട്ടോ. ഇത് പ്രോട്ടീൻ ക്രീമാണ് ഹിമാലയൻ്റെ. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ മിക്കവാറും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ഉപയോഗിക്കുന്നവരുണ്ടാവും. സോ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ പ്രൊഡക്റ്റ് പെയ്ഡ് പ്രൊമോഷനാണെന്ന്. അല്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് എത്രമാത്രം ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. ഇതിപ്പോൾ 2 ബോക്സായി. അപ്പം ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയത് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇത്രയും ബോട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട്, 2 ബോട്ടിലും കൂടി ഉണ്ടായിരുന്നത്, പക്ഷേ അത് കുറേ നാളായി, അപ്പം ഞാൻ അത് കളഞ്ഞു. അപ്പോൾ ഇത്രയും ബോട്ടിലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതായത് ഇതിലൊന്നുമില്ല, ഞാൻ ഉപയോഗിച്ചിട്ട് ഒന്നുമില്ല, ശരിക്കും പറഞ്ഞു ഞാൻ ഉപയോഗിച്ചിട്ട് കഴിഞ്ഞു ഈ ഒരു പ്രൊഡക്റ്റ്. പക്ഷെ ഞാൻ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഹെയർ ഫോൾ ഉണ്ട്, പക്ഷെ അത് കുറയ്ക്കണം. പക്ഷെ നമ്മൾ കുറേ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്യാന്ന് പറയണത് കുറേ പേർക്ക് ടൈം ഇല്ലാത്തവരുണ്ടാവും, കുറേ പേർക്ക് മടിയുള്ളവരുണ്ടാവും. അങ്ങനെ ഹെയർ ഫോൾ ഉണ്ടാവും, പക്ഷെ അത് നമുക്കത് കെയർ ചെയ്യണമെന്നുണ്ടാവും, പക്ഷെ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ നല്ലൊരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടാത്തവരും ഇതുപോലെ വിഷമിച്ചിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ടത്. മിക്കവാറും പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഹെയർ ഫോൾ കുറയ്ക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്രൊഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന് ഓവർ റേറ്റിംഗ് ആണ്. ഒരു റേറ്റ് എന്ന് പറയുന്നത് എന്തായാലും ഒരു 500 എബോ അല്ലെങ്കിൽ ഒരു 400 എബോ എന്തായാലും വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ കുറേ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മമ്മ എർത്തിൻ്റെ റൈസ് ഹെയർ ഫോൾ അങ്ങനെയുള്ള ഏതൊരു ക്രീമൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ റേറ്റ് കൂടുതലാണ്. പക്ഷേ അത് നല്ലതാണോ, റിവ്യൂ ഒക്കെ നല്ലതാണ്, പക്ഷെ നമുക്ക് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ്, ഇത്ര റേറ്റ് കൂടിയത് കൊണ്ട് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പം ഞാൻ അത് വാങ്ങിയില്ല. അപ്പോഴാണ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ഞാൻ യൂട്യൂബിൽ തന്നെയാണ് കണ്ടത് കേട്ടോ. 10 മാസം മുമ്പാണ് ഞാൻ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ ചെയ്തതാണ്, ഇപ്പോൾ 1 വർഷമായി. അപ്പം ആ സമയത്ത് എനിക്കറിയാം നമ്മൾ പെർമനൻറ്റ് ബ്ലോ ഡ്രൈയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഹെയറിൽ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഹെയർ ഫോൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതിന് മുമ്പായിട്ട്, ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഒരു ബോട്ടിൽ ഈ ഒരു ഹിമാലയൻ്റെ ഈ ഒരു ബോട്ടിൽ വാങ്ങി ഉപയോഗിച്ച് നോക്കിയപ്പം ആ സമയത്ത് എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഹെയർ ഫോൾ ഉണ്ട്, അപ്പോൾ മുടി നന്നായിട്ട് കിടക്കും വേണം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ഇത് ഉപയോഗിച്ച് നോക്കി. ഫസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഞാൻ 3 ആഴ്ച കൊണ്ട് തന്നെ എനിക്ക് നല്ല ഹെയർ ഫോൾ ഇല്ലാതെ, അതായത് ഭയങ്കരമായിട്ട് കുറഞ്ഞു. കയ്യിൽ നന്നായിട്ട് ഹെയർ വരുമായിരുന്നു കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് ഹെയർ ഫോൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്താണ് ഞാനിത് വാങ്ങി ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ല മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 3 ആഴ്ച കൊണ്ട് തന്നെ നന്നായിട്ട് ഹെയർ ഫോൾ നന്നായിട്ട് കുറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ വീണ്ടും ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് ഉപയോഗിച്ചു കേട്ടോ. ഈ ഡാൻഡ്രഫ് പ്രോബ്ലം ഉണ്ട് എനിക്കിപ്പോൾ. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്യും. പക്ഷേ ഞാൻ ഹിമാലയൻ്റെ ഡാൻഡ്രഫിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റും കൂടി ഉപയോഗിച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡാൻഡ്രഫിൻ്റെയും വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെയർ ഫോൾ കുറയ്ക്കാനുള്ള വേറൊരു പ്രൊഡക്റ്റും കൂടി ഹിമാലയൻ്റെ അവൈലബിൾ ആണ്. ഞാൻ പ്രോട്ടീൻ ക്രീമാണ് ഇത് ഉപയോഗിച്ചത്. ആദ്യം പ്രോട്ടീൻ ക്രീമാണ് ഞാൻ ഉപയോഗിച്ചത് കേട്ടോ. ഒരു 5, 6, 7, 8 ബോട്ടിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഹിമാലയൻ്റെ ഈ ഒരു പ്രോട്ടീൻ ക്രീമിലുള്ളത് മെയിനായിട്ട് അമലയാണ്, നമ്മുടെ നെല്ലിക്കയും അതുപോലെ തന്നെ വെള്ള കടലയാണ് കേട്ടോ ഇതിലുള്ളത്. അപ്പോൾ നെല്ലിക്ക നമുക്കറിയാം ഹെയർ ഫോളിലൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ആ രണ്ടുമാണ് ഇതിൽ കൂടുതലുള്ളത്. പിന്നെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇവർ ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ക്രീം എന്ന് പറയുന്നത് ഇല്ല, കഴിഞ്ഞു.
വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത് ഈ ഒരു ക്രീം എന്ന് പറയുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന വീഡിയോ ഞാൻ ഡെമോ കാണിച്ചു തരാം. ഈ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കില്ല, പക്ഷേ ഹിമാലയൻ്റെ ഡാൻഡ്രഫ് ആയിരിക്കും, ഡാൻഡ്രഫ് പോകാനുള്ള ക്രീം ആയിരിക്കും ഞാൻ കാണിച്ചത്. എൻ്റെ ഹെയർ കെയർ റുട്ടീനിൽ ഞാൻ കാണിച്ചു തരാം, അതിനായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന്. ഞാൻ പക്ഷേ ഉപയോഗിക്കുന്നത് എങ്ങനെയും പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു അമല എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ വെള്ളക്കടലയാണ് ഇതിൽ ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഹെയർ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാനും അതുപോലെ തന്നെ നല്ലൊരു ഡാമേജ്ഡ് ഹെയർ ആണെങ്കിൽ അതിനെയൊക്കെ ഒന്ന് മാറ്റി നന്നായി ഹെൽത്തി ആയിട്ട് ഇരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ പറയണത് ഇവർ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഒരു എമൗണ്ടിലുള്ള പ്രോട്ടീൻ ക്രീം എടുക്കുക. അതിനുശേഷം റൂട്ട് മുതൽ നമ്മൾ ലെങ്ത് അറ്റം വരെ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ് പറയണത്. പിന്നെ ജെന്റ്ലി നമുക്കത് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാവിടേക്കും ഈവൺ ആയിട്ട് നമ്മളത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബെറ്റർ റിസൾട്ട് നമ്മൾ ഡെയിലി ഉപയോഗിക്കാനാണ് പറയണത്. ആഫ്റ്റർ അല്ലെങ്കിൽ നമ്മൾ ബിഫോർ ഓർ ആഫ്റ്റർ ഹെയർ വാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഹെയറിൽ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുമല്ലോ, ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ റൂട്ട് നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. റൂട്ട് എടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ എന്തായാലും ഒരു 1 hour ഈ ഒരു ക്രീം അല്ലെങ്കിലും ഞാൻ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 1 hour ഞാൻ എപ്പോഴും വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഷാമ്പു ഉപയോഗിക്കണമെങ്കിൽ ഷാമ്പു ഉപയോഗിക്കാം. ഞാൻ ഷാമ്പു ഉപയോഗിച്ചിട്ടാണ് കഴുകി കളയാറുള്ളത്. ഞാൻ മമ എർത്തിൻ്റെ ഷാമ്പുവാണ് ഉപയോഗിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ വാഷ് ചെയ്ത് കളയാറുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവരാണെങ്കിൽ ഡെയിലി ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഇത് ഡെയിലി യൂസ് ചെയ്ത് പെട്ടെന്ന് തീരും കേട്ടോ. ഞാൻ ഉപയോഗിക്കാറുള്ളത് 2 ദിവസം കൂടുമ്പോഴാണ് ഹെയർ വാഷ് ചെയ്യാറുള്ളത്. അപ്പം മാത്രമേ ഞാനിത് ഉപയോഗിക്കുള്ളൂ. നിങ്ങൾ എങ്ങനെയാണ് ഹെയർ വാഷ് ചെയ്യണത് അപ്പം നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നരാടം വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതുള്ളൂ കേട്ടോ. പിന്നെ ഇവർ പറഞ്ഞിട്ട് ബിഫോർ ഓർ ആഫ്റ്റർ ഹെയർ വാഷ് എന്നാണ്. ബിഫോർ നമുക്ക് ഞാൻ എപ്പോഴും ഹെയർ വാഷ് ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. ആഫ്റ്റർ നമുക്ക് ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കാം, പക്ഷെ അത് കുറച്ച് ഒട്ടിയിട്ടൊക്കെ ഇരിക്കും. അത് ഞാൻ പറയില്ല. അങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. അപ്പോൾ കുറച്ച് കണ്ടീഷണറായിട്ട് നന്നായിട്ട് ഇരിക്കും ഹെയർ. ഭയങ്കര ഫ്രിസി ഹെയർ ആണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും ഹെയർ വാഷ് ചെയ്യുന്നതിന് മുമ്പാണ് ഇത് അപ്ലൈ ചെയ്യാറുള്ളത്. റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യണത്. അപ്പം ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 100 rupees മാത്രമാണുള്ളത്. അപ്പം ഒന്ന് ട്രൈ ചെയ്യുക. ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ 100 rupeesനൊന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കൂ. എന്തായാലും റിസൾട്ട് കിട്ടും. നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഹെയർ ഫോൾ കൊണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങി ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് എന്തായാലും കിട്ടും, ഞാൻ ഗ്യാരണ്ടി. കാരണം ഞാൻ ഒരു പ്രൊഡക്റ്റും ഇത്രയും നാൾ ഉപയോഗിച്ചിട്ടില്ല. ഈ ഒരു ഹിമാലയൻ്റെ പ്രൊഡക്റ്റ് അത് ഹെയറിൽ നമ്മൾ ഉപയോഗിക്കും. നമ്മൾ എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റ് മാത്രമല്ല ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ നിങ്ങളിത് എന്തായാലും വാങ്ങി നോക്കി ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ. പിന്നെ ഈ ഒരു ഹെയർ ക്രീം നിങ്ങൾക്ക് ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാ ഹെയർ ടൈപ്പുകൾക്കും യൂസ് ചെയ്യാം. ഫ്രിസി ഹെയർ ആണെങ്കിൽ സൂപ്പറാണ്. പിന്നെ നിങ്ങളുടെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ അവർക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ പ്രോട്ടീൻ കുറവുള്ളത് കൊണ്ടായിരിക്കും ചിലരുടെ ഹെയർ ഫോൾ ഉണ്ടാവുക. അങ്ങനെയുള്ളവർക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ, പിന്നെ ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയർ, പിന്നെ എന്ത് ട്രീറ്റ്മെൻറ്റോ കളർ ചെയ്തിട്ടുള്ള ഹെയർ ആണോ അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ് ഈ ഒരു ക്രീം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഡെമോ ഇതിൽ കാണിക്കുന്നില്ല. ഞാൻ ഡെമോ എന്തായാലും വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. എൻ്റെ ഹെയർ കെയർ റുട്ടീൻ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിൽ എന്തായാലും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലത്തെ യൂസ്ഫുള്ളായ വീഡിയോസായിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.